പുതിയതും കൃത്യവുമായ ഒപ്പീനിയൻ പോൾ ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ഇതിലൂടെ ഇത്തവണ സംസ്ഥാനത്ത് ആര് സർക്കാർ രൂപീകരിക്കുമെന്ന് വ്യക്തമാകും. ഇത്തവണ ഭരണത്തുടർച്ചയുണ്ടാകുമോ അതോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാർ വീണ്ടും ശക്തമായ തിരിച്ചുവരവ് നടത്തുമോ എന്നതാണ് എല്ലാ തെരുവുകളിലും കവലകളിലും ചർച്ചാവിഷയം. കേരളത്തിലെ 14 ജില്ലകളിലെയും 140 സീറ്റുകളുടെ വിശദമായ വിശകലനം ഞങ്ങൾ ഈ വീഡിയോയിൽ നൽകും. ഇതിലൂടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ ചിത്രവും ഭൂരിപക്ഷത്തിന് ആവശ്യമായ മാന്ത്രിക സംഖ്യയും നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ കേരളത്തിലെ എല്ലാ സീറ്റുകളുടെയും പുതിയ സർവേ ഒപ്പീനിയൻ പോൾ നോക്കാം. ആദ്യം കോഴിക്കോട് ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ആകെ 13 നിയമസഭാ സീറ്റുകളാണുള്ളത്. ഈ 13 സീറ്റുകളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ UDF സഖ്യം ഇവിടെ 8 സീറ്റുകൾ നേടിയേക്കാം. മറുഭാഗത്ത് ഭരണകക്ഷിയായ LDF ഈ ജില്ലയിൽ 5 സീറ്റുകൾ പിടിച്ചെടുക്കാൻ വിജയിച്ചേക്കും. അതേസമയം ഭാരതീയ ജനതാ പാർട്ടിക്കോ മറ്റു പാർട്ടികൾക്കോ ഈ ജില്ലയിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കോഴിക്കോട് UDF സഖ്യത്തിന്റെ സംഘടനാപരമായ സ്വാധീനം ഇത്തവണ വളരെ മികച്ചതാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അതിനാൽ UDFന്റെ നില ഇവിടെ വളരെ ശക്തമാണ്. അവർക്ക് 8 അല്ലെങ്കിൽ അതിലധികം സീറ്റുകൾ വരെ ലഭിച്ചേക്കാം. അടുത്തതായി വയനാട് ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ആകെ 3 നിയമസഭാ സീറ്റുകളാണുള്ളത്. ഈ 3 സീറ്റുകളുടെയും കണക്കുകൾ നോക്കിയാൽ UDF സഖ്യം ഇവിടുത്തെ എല്ലാ സീറ്റുകളും പിടിച്ചെടുത്തേക്കാം. അതേസമയം ഭരണകക്ഷിയായ LDFനും ഭാരതീയ ജനതാ പാർട്ടിക്കും ഇവിടെ അക്കൗണ്ട് തുറക്കുന്നത് പ്രയാസകരമായിരിക്കും. വയനാട് ഇപ്പോൾ UDFന്റെ ഒരു തകർക്കാനാവാത്ത കോട്ടയായി മാറിയിരിക്കുകയാണെന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ UDF സഖ്യം ക്ലീൻ സ്വീപ്പ് ചെയ്യാനുള്ള ശക്തമായ നിലയിലാണ്. ഇനി കോട്ടയം ജില്ലയുടെ കാര്യമെടുത്താൽ ഇവിടെ ആകെ 9 നിയമസഭാ സീറ്റുകളാണുള്ളത്. ഈ 9 സീറ്റുകളുടെ കണക്കുകൾ പ്രകാരം UDF സഖ്യം ഇവിടെ 6 സീറ്റുകൾ നേടിയേക്കാം. ഭരണകക്ഷിയായ LDFന് ഈ ജില്ലയിൽ 2 സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധിച്ചേക്കും. ഇതുകൂടാതെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. മറ്റ് പാർട്ടികൾക്ക് ഇവിടെ 1 സീറ്റ് ലഭിച്ചേക്കാം. ജനങ്ങളുടെ അഭിപ്രായമനുസരിച്ച് കോട്ടയത്ത് UDF സഖ്യത്തിന്റെ നില മുമ്പത്തേക്കാൾ ശക്തമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അതിനാൽ UDF കുറഞ്ഞത് 6 സീറ്റുകളെങ്കിലും ഇവിടെ നേടുമെന്ന് കാണുന്നു. അതിനുശേഷം കൊല്ലം ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ആകെ 11 നിയമസഭാ സീറ്റുകളാണുള്ളത്. ഈ 11 സീറ്റുകളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ UDF സഖ്യം ഇവിടെ 6 സീറ്റുകൾ നേടിയേക്കാം. ഭരണകക്ഷിയായ LDF ഈ ജില്ലയിൽ 4 സീറ്റുകൾ നേടുന്നതിൽ വിജയിച്ചേക്കും. ഇതുകൂടാതെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടെ 1 സീറ്റ് ലഭിച്ചേക്കാം. എന്നാൽ മറ്റു പാർട്ടികൾക്ക് ഈ ജില്ലയിൽ അക്കൗണ്ട് തുറക്കുന്നത് പ്രയാസകരമായിരിക്കും. കൊല്ലത്ത് ഇത്തവണ UDF സഖ്യത്തിനാണ് മുൻതൂക്കമെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നതെന്ന് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ മുകളിൽ കണ്ടതുപോലെ കേരളത്തിലെ 140 സീറ്റുകളിൽ 36 സീറ്റുകളുടെ ഒപ്പീനിയൻ പോൾ നമ്മൾ ഇതുവരെ കണ്ടുകഴിഞ്ഞു. ഇതിൽ UDF സഖ്യത്തിന് 23 സീറ്റുകൾ ലഭിച്ചു. ഭരണകക്ഷിയായ LDFന് 11 സീറ്റുകൾ ലഭിച്ചു. ഇതുകൂടാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അക്കൗണ്ടിൽ 1 സീറ്റും മറ്റ് പാർട്ടികളുടെ അക്കൗണ്ടിൽ 1 സീറ്റും എത്തിയിട്ടുണ്ട്. ഇനി ആലപ്പുഴ ജില്ലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ആകെ 9 നിയമസഭാ സീറ്റുകളാണുള്ളത്. ഈ 9 സീറ്റുകളുടെ കണക്കുകൾ പ്രകാരം UDF സഖ്യം ഇവിടെ 6 സീറ്റുകൾ നേടിയേക്കാം. ഭരണകക്ഷിയായ LDFന് ഈ ജില്ലയിൽ 3 സീറ്റുകൾ ലഭിച്ചേക്കാം. ഭാരതീയ ജനതാ പാർട്ടിക്കും മറ്റ് പാർട്ടികൾക്കും ഈ ജില്ലയിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ആലപ്പുഴയിൽ ഇത്തവണ ജനവികാരം പൂർണ്ണമായും മാറ്റത്തിന് അനുകൂലമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അതിനാൽ UDFന്റെ നില ഇവിടെ വളരെ ശക്തമാണ്. അവർക്ക് 6 അല്ലെങ്കിൽ അതിലധികം സീറ്റുകൾ ലഭിച്ചേക്കാം. അടുത്തതായി തിരുവനന്തപുരം ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ആകെ 14 നിയമസഭാ സീറ്റുകളാണുള്ളത്. ഈ 14 സീറ്റുകളുടെ കണക്കുകൾ പ്രകാരം UDF സഖ്യം ഇവിടെ 8 സീറ്റുകൾ നേടിയേക്കാം. ഭരണകക്ഷിയായ LDFന് ഈ ജില്ലയിൽ 4 സീറ്റുകൾ നേടാൻ സാധിച്ചേക്കും. ഇതുകൂടാതെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടെ 2 സീറ്റുകൾ ലഭിച്ചേക്കാം. മറ്റ് പാർട്ടികൾക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കുന്നത് പ്രയാസകരമായിരിക്കും. തിരുവനന്തപുരത്ത് ജനങ്ങളുടെ ചായ്വ് UDFലേക്ക് വർദ്ധിച്ചുവെന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനാൽ UDF സഖ്യം 8 അല്ലെങ്കിൽ അതിലധികം സീറ്റുകൾ ഇവിടെ നേടിയേക്കാം. ഇനി തൃശൂർ ജില്ലയുടെ കാര്യമെടുത്താൽ ഇവിടെ ആകെ 13 സീറ്റുകളാണുള്ളത്. ഈ 13 സീറ്റുകളുടെ കണക്കുകൾ പ്രകാരം UDF സഖ്യം ഇവിടെ 8 സീറ്റുകൾ നേടിയേക്കാം. ഭരണകക്ഷിയായ LDF ഈ ജില്ലയിൽ 5 സീറ്റുകൾ പിടിച്ചെടുക്കുന്നതിൽ വിജയിച്ചേക്കും. ഭാരതീയ ജനതാ പാർട്ടിക്കോ മറ്റ് പാർട്ടികൾക്കോ ഈ ജില്ലയിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. തൃശൂരിലെ എല്ലാ സീറ്റുകളിലും UDFന്റെ സ്വാധീനം നിരന്തരം ശക്തമാകുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അതിനാൽ UDF 8 അല്ലെങ്കിൽ അതിലധികം സീറ്റുകൾ ഇവിടെ നേടിയേക്കാം. അതിനുശേഷം പാലക്കാട് ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ആകെ 12 നിയമസഭാ സീറ്റുകളാണുള്ളത്. ഈ 12 സീറ്റുകളുടെ കണക്കുകൾ പ്രകാരം UDF സഖ്യം ഇവിടെ 7 സീറ്റുകൾ നേടിയേക്കാം. ഭരണകക്ഷിയായ LDFന് ഈ ജില്ലയിൽ 3 സീറ്റുകൾ ലഭിച്ചേക്കാം. ഇതുകൂടാതെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടെ 1 സീറ്റും മറ്റു പാർട്ടികൾക്ക് 1 സീറ്റും ലഭിച്ചേക്കാം. പാലക്കാട് ജനങ്ങളുടെ അഭിപ്രായമനുസരിച്ച് UDF സഖ്യത്തിന്റെ മെച്ചപ്പെട്ട തന്ത്രങ്ങൾ അവരെ വിജയത്തിന്റെ പടിവാതിൽക്കൽ എത്തിക്കുന്നുവെന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഇടുക്കി ജില്ലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ആകെ 5 നിയമസഭാ സീറ്റുകളാണുള്ളത്. ഈ 5 സീറ്റുകളുടെ കണക്കുകൾ പ്രകാരം UDF സഖ്യം ഇവിടെ 2 സീറ്റുകൾ നേടിയേക്കാം. ഭരണകക്ഷിയായ LDFന് ഈ ജില്ലയിൽ 3 സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധിച്ചേക്കും. ഭാരതീയ ജനതാ പാർട്ടിക്കും മറ്റു പാർട്ടികൾക്കും ഈ ജില്ലയിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇടുക്കിയിൽ ഇരു സഖ്യങ്ങളും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കാനാണ് സാധ്യതയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. അടുത്തതായി എറണാകുളം ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ആകെ 14 നിയമസഭാ സീറ്റുകളാണുള്ളത്. ഈ 14 സീറ്റുകളുടെ കണക്കുകൾ പ്രകാരം UDF സഖ്യം ഇവിടെ 9 സീറ്റുകൾ നേടിയേക്കാം. ഭരണകക്ഷിയായ LDFന് ഈ ജില്ലയിൽ 4 സീറ്റുകൾ ലഭിച്ചേക്കും.
ഇതുകൂടാതെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ സാധിക്കില്ല. എന്നാൽ മറ്റു പാർട്ടികൾക്ക് ഇവിടെ ഒന്ന് സീറ്റ് ലഭിച്ചേക്കാം. എറണാകുളത്ത് യുഡിഎഫിന്റെ കോട്ടകൾ തകർക്കുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണെന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മുകളിൽ കണ്ടതുപോലെ കേരളത്തിലെ 140 സീറ്റുകളിൽ 103 സീറ്റുകളുടെ ഒപ്പീനിയൻ പോൾ നമ്മൾ ഇതുവരെ കണ്ടുകഴിഞ്ഞു. ഇതിൽ യുഡിഎഫ് സഖ്യത്തിന് 63 സീറ്റുകൾ ലഭിച്ചു. ഭരണകക്ഷിയായ എൽഡിഎഫിന് 33 സീറ്റുകൾ ലഭിച്ചു. ഇതുകൂടാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അക്കൗണ്ടിൽ 4 സീറ്റും മറ്റു പാർട്ടികളുടെ അക്കൗണ്ടിൽ 3 സീറ്റും എത്തിയിട്ടുണ്ട്. ഇനി പത്തനംതിട്ട ജില്ലയുടെ കാര്യമെടുത്താൽ ഇവിടെ ആകെ 5 നിയമസഭാ സീറ്റുകളാണുള്ളത്. ഈ 5 സീറ്റുകളുടെ കണക്കുകൾ പ്രകാരം യുഡിഎഫ് സഖ്യം ഇവിടെ 3 സീറ്റുകൾ നേടിയേക്കാം. ഭരണകക്ഷിയായ എൽഡിഎഫിന് ഈ ജില്ലയിൽ 2 സീറ്റുകൾ ലഭിച്ചേക്കാം. ഭാരതീയ ജനതാ പാർട്ടിക്കും മറ്റ് പാർട്ടികൾക്കും ഈ ജില്ലയിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ജനങ്ങൾക്ക് യുഡിഎഫിലുള്ള വിശ്വാസം വർദ്ധിച്ചുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അതിനുശേഷം മലപ്പുറം ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ആകെ 16 നിയമസഭാ സീറ്റുകളാണുള്ളത്. ഈ 16 സീറ്റുകളുടെ കണക്കുകൾ പ്രകാരം യുഡിഎഫ് സഖ്യം ഇവിടെ 11 സീറ്റുകൾ നേടിയേക്കാം. ഭരണകക്ഷിയായ എൽഡിഎഫിന് ഈ ജില്ലയിൽ 5 സീറ്റുകൾ ലഭിച്ചേക്കാം. ഭാരതീയ ജനതാ പാർട്ടിക്കോ മറ്റു പാർട്ടികൾക്കോ ഇവിടെ അക്കൗണ്ട് തുറക്കാൻ സാധിക്കില്ല. മലപ്പുറത്ത് ജനങ്ങളുടെ അഭിപ്രായമനുസരിച്ച് യുഡിഎഫിന്റെ സംഘടനാ അടിത്തറ വളരെ ആഴത്തിലുള്ളതാണെന്ന് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതിനാൽ ഈ സഖ്യം ഇവിടെ കുറഞ്ഞത് 11 സീറ്റുകൾ നേടുമെന്ന് കാണുന്നു. ഇനി കണ്ണൂർ ജില്ലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ആകെ 11 നിയമസഭാ സീറ്റുകളാണുള്ളത്. ഈ 11 സീറ്റുകളുടെ കണക്കുകൾ പ്രകാരം യുഡിഎഫ് സഖ്യം ഇവിടെ 4 സീറ്റുകൾ നേടിയേക്കാം. ഭരണകക്ഷിയായ എൽഡിഎഫിന് ഈ ജില്ലയിൽ 7 സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധിച്ചേക്കും. ഭാരതീയ ജനതാ പാർട്ടിക്കും മറ്റ് പാർട്ടികൾക്കും ഇവിടെ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കണ്ണൂർ ജില്ല എപ്പോഴും ഭരണകക്ഷിയായ എൽഡിഎഫിന്റെ ശക്തികേന്ദ്രമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അതിനാൽ എൽഡിഎഫ് ഇവിടെ കുറഞ്ഞത് 7 സീറ്റുകൾ നേടുമെന്ന് കാണുന്നു. അവസാനമായി കാസർഗോഡ് ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ആകെ 5 നിയമസഭാ സീറ്റുകളാണുള്ളത്. ഈ 5 സീറ്റുകളുടെ കണക്കുകൾ പ്രകാരം യുഡിഎഫ് സഖ്യം ഇവിടെ 4 സീറ്റുകൾ നേടിയേക്കാം. ഭരണകക്ഷിയായ എൽഡിഎഫിന് ഇവിടെ വെറും 1 സീറ്റ് മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഭാരതീയ ജനതാ പാർട്ടിക്കോ മറ്റ് പാർട്ടികൾക്കോ ഇവിടെ അക്കൗണ്ട് തുറക്കാൻ സാധിക്കില്ല. കാസർഗോഡ് ഇത്തവണ ജനവികാരം പൂർണ്ണമായും മാറ്റത്തിന് അനുകൂലമാണെന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനാൽ യുഡിഎഫ് 4 അല്ലെങ്കിൽ അതിലധികം സീറ്റുകൾ ഇവിടെ നേടിയേക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ കേരളത്തിലെ 140 നിയമസഭാ സീറ്റുകളുടെയും പുതിയ ഒപ്പീനിയൻ പോൾ കണ്ടുകഴിഞ്ഞു. ഈ സർവേ കണക്കുകൾ പ്രകാരം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് സഖ്യം 85 സീറ്റുകളുമായി ഭൂരിപക്ഷം നേടി അധികാരത്തിലേക്ക് ഗംഭീരമായി തിരിച്ചുവന്നേക്കാം. ഭരണകക്ഷിയായ എൽഡിഎഫ് ഇത്തവണ 48 സീറ്റുകളിലേക്ക് ചുരുങ്ങാനാണ് സാധ്യത. ഇതുകൂടാതെ ഭാരതീയ ജനതാ പാർട്ടിക്ക് 4 സീറ്റുകളിൽ താമര വിരിയിക്കാൻ സാധിച്ചേക്കാം. മറ്റ് പാർട്ടികൾക്ക് 4 സീറ്റുകൾ ലഭിക്കുമെന്നും കണക്കാക്കപ്പെടുന്നു.